ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സണ്ണി ഇ ഡി ഹെപ്പ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഇത് മലയാളം മീഡിയത്തിന്റെ ക്ലാസ് ആണ്, പക്ഷെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മനസ്സിലാവും. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ക്ലാസ് സാറെല്ലാം നമ്മുടെ ഈ ചാനലിൽ തന്നെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാലോ, അടുത്ത വർഷം ടെക്സ്റ്റ് മാറുകയാണ്. എന്നാൽ പോലും നമ്മൾ ഈ വർഷം എല്ലാ ചാപ്റ്റേഴ്സും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നൽകാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോസ് മുഴുവൻ കാണാം. ഇപ്പൊ പാർട്ട് 1 ആണ്. നമുക്ക് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സംഖ്യാക്രമങ്ങൾ പഠിക്കാനുണ്ട്, ശ്രേണികളുടെ ബീജഗണിതം, സമാന്തര ശ്രേണികൾ എന്താണ്, സ്ഥാനവും പദവും, അതുപോലെ സമാന്തര ശ്രേണികളുടെ ബീജഗണിതം, തുകകളും പദങ്ങളും, ലാസ്റ്റ് തുകകളും. ഓക്കെ, സോ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഇത് കാണും, പെട്ടെന്ന് സാറേ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലെ ക്ലാസ് വേണമല്ലോ എന്ന് വിചാരിക്കരുത്. അത് ഓൾറെഡി സാർ ഇട്ടിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ മലയാളം മീഡിയത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സുകളൊക്കെ മലയാളം മീഡിയത്തിലായിരിക്കും ഉണ്ടാവുക. ഇംഗ്ലീഷ് മീഡിയത്തിലും ഇതേ ക്ലാസ്സുകൾ തന്നെ സാർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, പുതിയ ക്ലാസ്സുകൾ. ഓക്കെ ഓക്കെ അപ്പോ സംഖ്യാക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അതായത് ചില സംഖ്യകൾ ഒരു ക്രമം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എഴുതുക. ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ചിത്രത്തിലെ സമചതുരങ്ങൾ നോക്കൂ, അവയുടെ ചുറ്റളവ് എത്രയാണ്? ഇപ്പൊ ഇവിടെ 1, 2, 3, 4 സമചതുരങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? ഈ 4 സമചതുരങ്ങളിൽ ഫസ്റ്റത്തെ ഈ ഒരു സമചതുരം എടുത്തു കഴിഞ്ഞാൽ, അതായത് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, അതിന്റെ എല്ലാ വശവും 1 സെന്റിമീറ്റർ വീതമാണ്. കണ്ടോ? ഈ എല്ലാ വശവും കൂടി കൂട്ടുന്നതാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചുറ്റളവ് എന്ന് വിളിക്കുന്നത്. മക്കളെ, എന്താണ് ചുറ്റളവ്? എല്ലാ വശവും കൂടി കൂട്ടണം. അപ്പൊ 1 + 1 + 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഓക്കെ, അപ്പോ ഈ ഒരു സമചതുരത്തിനെ സംബന്ധിച്ച് അതിന്റെ ചുറ്റളവ് 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 എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ. ക്ലിയർ ആണോ? യെസ്. അപ്പൊ സെക്കൻഡിൽ വരുമ്പോൾ ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇത് 2. അപ്പൊ എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 2, 4 തവണ വരുന്നുണ്ട്. അതായത് 4 × 2 8. ഇവിടുത്തെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 8 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ ആണ്, 8 സെന്റിമീറ്റർ. ക്ലിയർ? യെസ്. അപ്പൊ ഇവിടെ 3 4 സെന്റിമീറ്റർ, ഇവിടെ 3 8 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ജനറലി പറഞ്ഞാൽ ഒരു വശം എ ആണെന്ന് വിചാരിക്കാം. ഒരു വശം എ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ചുറ്റളവ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 4a, അതായത് 4 × a. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വശം 1, ഇവിടെ ഒരു വശം 2, ഇവിടെ ഒരു വശം 3, ഇവിടെ ഒരു വശം 4 ആണ്. അപ്പൊ ചുറ്റളവ് എന്ന് പറയുന്നത് 4 × 1 ദാറ്റ് ഈസ് 4, ഇവിടെ 4 × 2 ദാറ്റ് ഈസ് 8, ഇവിടെ 4 × 3 ദാറ്റ് ഈസ് 12, ഇവിടെ 4 × 40 16. കണ്ടോ? 16. അപ്പൊ 4 × 1 4, 4 × 2 8, 4 × 3 12, 4 × 4 16. അപ്പൊ ഇവിടെ കിട്ടിയ ഈ സംഖ്യകളുണ്ട് 4, 8, 12, 16. അത് സാറ് ഇവിടെ ഒരു സീക്വൻസ് ആയിട്ട്, ശ്രേണിയായിട്ട് എഴുതുക. 4, 8, 12, 16. ഞാൻ ഈ എഴുതിയ ഈ സംഖ്യകൾ എന്ന് പറയുന്നത് ചുറ്റളവാണ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ പെരിമീറ്റർ എന്ന് പറയും. ക്ലിയർ? യെസ്. അപ്പോ പെരിമീറ്ററിന്റെ ഒരു സീക്വൻസ്, ഒരു ക്രമമാണ് സാർ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഈ 4നോട് ഒരു 4 കൂട്ടി കഴിഞ്ഞാൽ ഇയാൾ കിട്ടും 8. അതിനോട് ഒരു 4 കൂട്ടി കഴിഞ്ഞാൽ 12 ഇട്ട്, അതിനോട് ഒരു 4 കൂട്ടി കഴിഞ്ഞാൽ 16 ഇട്ട്. അങ്ങനെ അടുത്ത സംഖ്യ നിങ്ങൾക്ക് പറയാലോ, ഒരു 4 കൂട്ടിയാൽ മതി. എത്രയായിരിക്കും? 20. തൊട്ടടുത്ത സംഖ്യ ഒരു 4 കൂട്ടുക, അപ്പൊ എത്രയായിരിക്കും? 24. അപ്പൊ 4 4 4 കൂട്ടി കൂട്ടി പോകുന്ന ഒരു 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 പ്രത്യേക തരത്തിലുള്ള നമ്പറുകളാണ് സാർ ഈ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു നിയമം അനുസരിച്ചിട്ട് ഇങ്ങനെ എഴുതി പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സംഖ്യാശ്രേണി, നമ്പർ സീക്വൻസ് എന്ന് നമ്മൾ മാത്തമാറ്റിക്സിൽ പറയാം. അപ്പൊ ചുറ്റളവ് നമുക്ക് എന്താ കിട്ടി? 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്ററുമുള്ള വശങ്ങളുടെ നീളങ്ങളുള്ള ആ ഒരു 4 സമചതുരം എടുക്കുകയാണെങ്കിൽ അതിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 16 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഇതിന് വശങ്ങളുടെ മാത്രം സീക്വൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. 1 2 3 4 1 2 3 4. കണ്ടോ? 1 അതാണ് ഒരു വശം, മറ്റേത് 2 3 4. അപ്പൊ നമ്മൾ വശങ്ങളുടെ മാത്രം എഴുതിയാൽ പോലും അതും നമുക്കൊരു പ്രത്യേക നിയമം അനുസരിച്ചാണ് മനസ്സിലാക്കുക. ഇവിടെ ഈ 1നോട് 1 കൂട്ടി കഴിഞ്ഞാൽ 2, 2നോട് 1 കൂട്ടി കഴിഞ്ഞാൽ 3, 3നോട് 1 കൂട്ടി കഴിഞ്ഞാൽ 4. അങ്ങനെ അടുത്ത സംഖ്യ നിങ്ങൾക്ക് എഴുതാനോ 5, തൊട്ടടുത്ത സംഖ്യ 6, അടുത്തത് 7. ഓക്കെ, അപ്പൊ ഇങ്ങനെ പ്രത്യേക നിയമം അനുസരിച്ചിട്ട് ഇങ്ങനെ എഴുതുന്ന എന്താണ് ഒരു സംഖ്യകളുടെ ക്രമത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, സംഖ്യ ശ്രേണി എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇനി ഇതേ ചതുരത്തിൽ തന്നെ നമുക്ക് പരപ്പളവ് എടുത്താലോ. പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ. എന്താണ് ഏരിയ? ഇപ്പൊ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു സൈഡ് എ ആണ് ഇരിക്കുക, ഇപ്പൊ എല്ലാ സൈഡും എ ആയിരിക്കും. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം ഇൻറ്റു വീതിയാണ്. ഓക്കെ, അതായത് എ ഇൻറ്റു എ. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ദാറ്റ് ഈസ് ഇക്വൽ ടു എ സ്ക്വയർ.
കണ്ടോ? അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വശം അറിയാന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വശങ്ങൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വശം ഒന്നാണ്, ഇതിന്റെ ഒരു വശം ഒന്നാണ്. അപ്പൊ 1² ദാറ്റ് ഇസ് ഇക്വൽ ടു 1. ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ അകത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2² ദാറ്റ് ഇസ് 4 4. കണ്ടോ? അടുത്തത് ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വശം 3ആണ്. അപ്പൊ 3² എത്രയാണ്? 9. ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു വശം 4ആണ്. അപ്പൊ 4² എത്രയാണ്? 16. അപ്പൊ ഇവിടെ കിട്ടിയ സംഖ്യകൾ 1² 1, 2² 4, 3² 9, 4² 16. അപ്പൊ അതൊക്കെ ഒന്ന് സാർ എടുത്ത് എഴുതുകയാണെങ്കിൽ 1² 1, 2² എന്താണ്? 4, 3² 9, 4² 16, ഇങ്ങനെ. അപ്പൊ ഇതും ഒരു സീക്വൻസ് ആണ്. എന്തിന്റെ സീക്വൻസ്? പരപ്പളവിന്റെ, അതായത് ഏരിയയുടെ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ കിട്ടുക? വശങ്ങൾ നീളം ഇങ്ങനെയാണെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 4, 9, 16. ക്ലിയർ? യെസ്. അപ്പൊ ഈ 1, 4, 9, 16 ഇത് ഒരു പ്രത്യേക നിയമം അനുസരിച്ചിട്ടാണ് പോകുന്നത്. ആ നിയമം എന്തായിരുന്നു? ഈ ഒരു വശം എത്രയാണോ അതിന്റെ സ്ക്വയർ, ഇവിടത്തിന്റെ സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ, അങ്ങനെ അടുത്ത ആൾ 5 സെന്റിമീറ്റർ, അപ്പൊ അതിന്റെ സ്ക്വയർ 25 ആയിരിക്കും. അപ്പൊ അടുത്ത ആൾ എന്തായിരിക്കും? 25. ക്ലിയർ? ഓക്കെ. തൊട്ടടുത്ത ആൾ 6², അപ്പൊ തൊട്ടടുത്ത ആൾ എന്തായിരിക്കും? 36. ക്ലിയർ? ഇങ്ങനെ പോകും. ക്ലിയർ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മളിപ്പോ പഠിച്ച കാര്യം ഒന്നുകൂടി റിവൈസ് ചെയ്യാം. വശങ്ങളുടെ നീളം നമ്മൾ ഏത് സീക്വൻസ് എടുത്തു? 1, 2, 3, 4. ഓക്കെ. ചുറ്റളവ് നമുക്ക് എന്ത് കിട്ടി? 4, 8, 12, 60. ക്ലിയർ? യെസ്. പരപ്പളവ് എന്ത് കിട്ടി? 1, 4, 9, 60. ക്ലിയർ? യെസ്. ഇനി നമുക്ക് ഇതിന്റെ എന്താണ് വികരണങ്ങളുടെ നീളം കണ്ടുപിടിക്കാം. വികരണം എന്താണ് മക്കളെ? വികരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് മൂലകൾ തമ്മിൽ കണക്ട് ചെയ്യുക. ഇപ്പൊ കിട്ടുന്ന അതിന്റെ പേരാണ് വികരണം. അപ്പൊ സാർ ഇത് മാത്രമാണ്, ഇത് രണ്ടും മാത്രമല്ല, ഇങ്ങനെയും കണക്ട് ചെയ്യുക, അതും വികരണമാണ്. സോറി, ഇങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ. യെസ്. ഇപ്പൊ ഇവിടുത്തെ വികരണം എന്താണ്? ഇതും വികരണമാണ്, അല്ലെങ്കിൽ എന്താണ്? ഇതും വികരണം. ക്ലിയർ? സാർ ഇവിടെയോ? ഈസി. അല്ലെങ്കിൽ ഇത്. ഓക്കെ. ഇവിടെയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ എന്താണ്? ഇത് കണക്ട് ചെയ്യണം. ഓക്കെ. യെസ്. ഇതാണ്. ഇതെന്താ മുറ്റത്തെ താഴേക്ക് വേണം? തെന്നിപ്പോടെ അന്നാ മുട്ടിച്ചിട്ട് കാര്യമുള്ളൂ. യെസ്. കണ്ടാ? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ ഇതാണ് വികരണം എന്ന് പറയുന്നത്. അപ്പൊ 1 സെന്റിമീറ്റർ നീളമുള്ള ഒരു സമയത്തിലൂടെ അതിന് സാർ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ആക്ച്വലി ദിസ് ഈസ് എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ. ഈ ഒരു ട്രയാങ്കിൾ മാത്രം എടുത്ത് എഴുതുകയാണെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇവിടെ ഒരു സെന്റിമീറ്റർ, ഇവിടെ ഒരു സെന്റിമീറ്റർ. ഈ വശം കണ്ടുപിടിക്കാനായിട്ട് പൈതഗോറസ് സിദ്ധാന്തം അപ്ലൈ ചെയ്യണം. ദിസ് ഇസ് എ, ബി, സി. അപ്പൊ ബേസ് സൈഡ് പറയാൻ നമുക്ക് പെർപെൻഡിക്കുലർ സൈഡ് പറയാം. അതായത് താഴെയുള്ള പാദം അറിയാം, ലംബം അറിയാമെങ്കിൽ ഈ ഒരു വശം കാണാൻ, എ സി കാണാനായിട്ട് റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ, ഓരോ വശത്തിന്റെ സ്ക്വയർ പ്ലസ് 1² റൂട്ട് ഓഫ് 1 + 1 √2. കണ്ടോ? അപ്പോ ഈ ഒരു ചെറിയ ഒരു സെന്റിമീറ്ററിന്റെ ഇവിടെ മാത്രത്താണ് √2 കിട്ടും. ക്ലിയർ? അപ്പൊ ഇതിന്റെ വികരണത്തെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 ആണ്. മനസ്സിലായല്ലോ? യെസ്. ഇനി ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ 2 സെന്റിമീറ്ററിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലത്തെ 4, അതായത് ഈ ചെറിയതുപോലത്തെ 4 കാണാം. ഇവിടെ ഒരു സെന്റിമീറ്റർ, ഇവിടെ ഒരു സെന്റിമീറ്റർ, ഇവിടെ ഒരു സെന്റിമീറ്റർ, ഇവിടെ ഒരു സെന്റിമീറ്റർ. കണ്ടോ? അതിനകത്ത് ഈ ഒരെണ്ണത്തിന്റെ നമ്മളിപ്പോ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എത്രയാണ്? ഒന്നുകൂടി വരയ്ക്കാം. 4 സെന്റിമീറ്റർ. ഒരെണ്ണത്തിന്റെ നമ്മളിവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഒരെണ്ണത്തിന്റെ √2 കണ്ടുപിടിച്ചു. ഇവിടെ √2 സാർ എഴുതി. ഓക്കെ. അപ്പൊ അടുത്തത് ഇവിടുന്ന് ഇവിടെ വരെയും അത് √2. എത്ര √2 ഉണ്ട്? 2√2. കണ്ടോ? ഇവിടെ √2, ഇവിടെ 2√2. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ ഇവിടെ 3 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു സെന്റിമീറ്റർ, ഇവിടെ ഒരു സെന്റിമീറ്റർ, ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു സെന്റിമീറ്റർ, ഇവിടെ ഒരു സെന്റിമീറ്റർ. ഓക്കെ. അപ്പൊ ഇതേപോലത്തെ ഈ 1 സെന്റിമീറ്ററിന് 6 എണ്ണം കാണാൻ പറ്റും ഇവിടെ, അല്ലെ? 3, 6, 9 എണ്ണം കാണാൻ പറ്റും. അതിനകത്ത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് √2. ഓക്കെ. ഇതന്നെ ഇത്രയും ഭാഗം അടുത്ത √2. കാരണം ഇത് 1 സെന്റിമീറ്ററിന് നീ വരച്ചിരിക്കണം. കണ്ടോ? ഇത്രയും ഭാഗം അടുത്ത റൂട്ട്. ടോട്ടൽ എത്രയായി? 3√2. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ √2 ഇതാണ്, അല്ലെ? അപ്പൊ ഇവിടെ എന്ത് കിട്ടി? 2 കിട്ടാ. ഈ 2നെ √2 കൊണ്ട് ഗുണിച്ചാൽ മതി. 2 × √2. ക്ലിയർ?
ഇവിടെ കണ്ടോ ഈ 3നെ റൂട്ട് കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 3 പ്രാവശ്യം റൂട്ട് വരും. 3 റൂട്ട്. ഇവിടെ നിങ്ങൾ ഇനി വരയ്ക്കേണ്ട എന്തായിരിക്കും ആൻസർ? 4 റൂട്ട്. സോ എന്തൊക്കെയാണ് ആൻസർ? റൂട്ട് 2 വരും, 2 റൂട്ട് 2 വരും, 3 റൂട്ട് 2 വരും, 4 റൂട്ട് 2 വരും. ക്ലിയർ? അപ്പൊ ഇവിടെ റൂട്ട് 2 വെച്ച് കൂടിപ്പോവുകയാണ്. ഇത് ഒരു റൂട്ട് 2, ഒരു റൂട്ട് കൊണ്ട് കൂട്ടുമ്പോൾ 2 റൂട്ട് 2 പ്ലസ് റൂട്ട് 2. ഇവിടെ എന്താ? 3 റൂട്ട് 2 പ്ലസ് റൂട്ട് 2 എന്താണ്? 4 റൂട്ട്. അങ്ങനെ റൂട്ട് 2 വെച്ച് കൂട്ടി കൂട്ടി പോകുന്നു എന്നാണ് ഈ ഒരു സീക്വൻസിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ അടുത്തത് കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ 5 റൂട്ട് 2 എഴുതാം. കാരണം ഒരു റൂട്ട് 2നോട് കൂട്ടുക 4 റൂട്ട്. റൂട്ട് 2ന് നിങ്ങൾ ഒരു മിഠായിയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു മിഠായി, അടുത്തതോ 2 മിഠായി, 3 മിഠായി, 4 മിഠായി. കണ്ടോ? ഓരോ മിഠായി കൂട്ടി കൂട്ടി പോകും. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ വശങ്ങളുടെ നീളം 1 സെന്റിമീറ്റർ വീതം കൂട്ടുന്നതിന് പകരം 1/2 സെന്റിമീറ്റർ വീതം കൂട്ടിയാലോ? ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തത് ഇതിനോട് ഈ 1 സെന്റിമീറ്ററിനോട് 1 സെന്റിമീറ്റർ കൂട്ടി, അപ്പൊ 2 സെന്റിമീറ്റർ കിട്ടി. വീണ്ടും 1 സെന്റിമീറ്റർ കൂട്ടി, അപ്പൊ 3 സെന്റിമീറ്റർ കിട്ടി. വീണ്ടും 1 സെന്റിമീറ്റർ കൂട്ടി, അപ്പൊ 4 സെന്റിമീറ്റർ കിട്ടി. ഇനി ഇവിടെ അങ്ങനെയല്ല പറയണം. 1 സെന്റിമീറ്റർ കൂട്ടണ്ട, 1/2 സെന്റിമീറ്റർ കൂട്ടിയാൽ മതി. എത്ര സെന്റിമീറ്റർ കൂട്ടണം? 1/2 സെന്റിമീറ്റർ. അപ്പൊ ഇത് ഒന്നാണല്ലോ. ഇതിനോട് 1/2 സെന്റിമീറ്റർ കൂട്ടിയാൽ ഇവിടെ 1.5. വീണ്ടും 1/2 സെന്റിമീറ്റർ കൂട്ടിയാൽ ഇത് 2. വീണ്ടും 1/2 സെന്റിമീറ്റർ കൂട്ടിയാൽ 2.5. ഇങ്ങനെ പോണം. ഓക്കെ, യെസ്, ലൈക്ക് ദിസ്. കണ്ടോ? അപ്പൊ ഇവിടെ 1, 1/2 സെന്റിമീറ്റർ കൂട്ടി, അപ്പൊ 1.5. വീണ്ടും 1/2 സെന്റിമീറ്റർ കൂട്ടി, അപ്പൊ 2. വീണ്ടും 1/2 സെന്റിമീറ്റർ കൂട്ടി, അപ്പൊ എത്രയായി? 2.5. ക്ലിയർ? യെസ്. അപ്പോ വശങ്ങൾ എങ്ങനെയാണ് വരുന്നത്? വശങ്ങൾ വരുന്നത് ആദ്യത്തേത് 1 സെന്റിമീറ്റർ, പിന്നെ 1.5, പിന്നെ 2, പിന്നെ എത്രയാണ്? 2.5. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ എത്ര സെന്റിമീറ്റർ വെച്ച് കൂടുന്നു? 1/2 സെന്റിമീറ്റർ പ്ലസ് 1/2 പ്ലസ് 1/2 പ്ലസ് 1/2. അങ്ങനെ അടുത്ത് പറയാമോ? 2.5യും 1/2യും കൂട്ടി കഴിഞ്ഞാൽ 3. തൊട്ടടുത്തത് പ്ലസ് 1/2 കൂട്ടി കഴിഞ്ഞാൽ 3.5. കണ്ടോ? അപ്പൊ ഇവിടെ ഒരു നിയമമുണ്ട്. എന്താണ്? 1/2 വെച്ച് കൂടി കൂടി പോകണം എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം. 1/2 സെന്റിമീറ്റർ വീതം കൂട്ടുക. കണ്ടോ? അപ്പൊ ആ നിയമം അനുസരിച്ചിട്ടാണ് ഈ ഒരു സീക്വൻസ് എഴുതിയിരിക്കുന്നത്. എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. കിട്ടിയോ? അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക നിയമം അനുസരിച്ചിട്ട് എന്താണ് നമ്മൾ സംഖ്യകൾ എഴുതുന്നതാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എന്ന് വിളിക്കുക, കുറെ നേരെ പറയാം. സംഖ്യ ശ്രേണി എന്ന് വിളിക്കുക. നമ്പർ സീക്വൻസ്. ക്ലിയർ? യെസ്. ഇനി ഇതിന്റെ ചുറ്റളവ് കണ്ടുപിടിച്ചാലോ? അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ചുറ്റളവ് കാണുന്ന പറഞ്ഞാൽ 4 ഇൻറ്റു എ, 4 ഇൻറ്റു വശം. അപ്പൊ 4 ഇൻറ്റു 1, 4 ആയിരിക്കും ഒന്നാമത്തെ ആൾ. അടുത്തത് 4 ഇൻറ്റു 1/2, 1.5. ഓക്കെ. അപ്പൊ ഈ 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ 1ഉം 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 ഇൻറ്റു 2 പ്ലസ് ഈ മുകളിലത്തെ 1 അതിനോട് ആഡ് ചെയ്യും, ഡിവൈഡഡ് ബൈ താഴെയുള്ള 2 എഴുതാം. ഓക്കെ. അതായത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം ആദ്യം. 1 ഇൻറ്റു 2 എന്താ കിട്ടി നിങ്ങൾക്ക്? ഇവിടെ 1 ഇൻറ്റു 2 ചെയ്യണം. ദെൻ ഈ മുകളിൽ കിടക്കുന്ന സംഖ്യ അതിനോട് ആഡ് ചെയ്യണം. ഓക്കെ. ഡിവൈഡഡ് ബൈ താഴത്തെ സംഖ്യ ഒരു പ്രാവശ്യം എഴുതണം. സോ ദിസ് ബിക്കം 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 3/2. മക്കൾ ഇത്ര ആലോചിച്ചാൽ മതി. 1.5 എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതിയാണ്, 3/2ന്റെ പകുതിയാണ്. ക്ലിയർ ആണോ? യെസ്. അപ്പോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 4a, അതായത് 4 ഇൻറ്റു വശം. ഓക്കെ. വശം നമ്മൾ കണ്ടുപിടിച്ചു 3/2. അപ്പൊ ഈ 2ഉം ഈ 4ഉം വെട്ടിപ്പോവും, ഇവിടെ 2 കിട്ടും. 2 ഇൻറ്റു 3 ആൻസർ എത്രയാണ്? 6. ക്ലിയർ? ചുറ്റളവ് ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 6 ആയിരിക്കും സെക്കൻഡിൽ. തേർഡ് കേസിൽ വരുമ്പോ 4 ഇൻറ്റു 2 നേരിട്ട് ചെയ്യാം, 8. ഫോർത്ത് കേസിൽ വരുമ്പോ 4 ഇൻറ്റു ഈ 2.5 എന്ന് പറഞ്ഞ ഇതിന്റെ പകുതിയാണ്, 5/2. ഓക്കെ. അതെങ്ങനെ കിട്ടുന്നത്? 2.5 എന്ന് പറയുമ്പോൾ ആദ്യം ഈ 2 ഗുണിക്കണം. അപ്പൊ 4 പ്ലസ് ഈ മുകളിലത്തെ 1 കൂട്ടണം, 1 ഡിവൈഡഡ് ബൈ ഈ 2 താഴെ എഴുതും. സോ ദിസ് ബിക്കം 5/2. ക്ലിയർ? സോ ഇവിടെ ഇത് 2 വെട്ടിപ്പോ 2 ഇൻറ്റു 5 10. അപ്പൊ നോക്കൂ, 1നോട് എത്ര കൂട്ടിയാൽ 6 കിട്ടും? 1നോട് 5 കൂട്ടി. പക്ഷെ 6നോട് 5 കൂട്ടിയാലേ 11 കിട്ടണം. അപ്പൊ 5 കൂടി പോകുന്ന സീക്വൻസ് ഒന്നും അല്ല ഇവിടെ ഉള്ളത്. കിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? യെസ്. അപ്പൊ 4 ഇൻറ്റു 1.5 നമ്മൾ ചെയ്തു. 4 ഇൻറ്റു 2 ചെയ്തു, അപ്പൊ 8 കിട്ടി. 4 ഇൻറ്റു 5/2 ചെയ്തു. അത് ഇങ്ങനെ മനസ്സിലായാലോ? ഈ 4 2 വെട്ടി ഹരിക്കുക. അപ്പൊ 2ൽ 2 ഒരു പ്രാവശ്യം. ഓക്കെ. 4 2 2 പ്രാവശ്യം 10. അപ്പൊ ഇതൊരു നിയമമാണ്. എന്താണ് നിയമം? 1 1.5 2 2.5 അങ്ങനെ പോകുന്ന സീക്വൻസിന്റെ എന്താണ് ചുറ്റുമുള്ള അളവ്. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് കിട്ടുന്നത്? 4 6 8 10 ഇങ്ങനെ അങ്ങനെ പോകും. ഓക്കെ. അടുത്തത് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അടുത്തത് എത്ര സെന്റിമീറ്റർ? 3 3 ഇൻറ്റു 4 12. ക്ലിയർ? യെസ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ പരപ്പളവ് ചോദിച്ചാലോ? എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഏരിയ ഇസിക്കൽ നമുക്കറിയാം A², വശം ഇൻറ്റു വശം. ഇവിടെ 1², സോ ദ ആൻസർ ഈസ് 1. ഇവിടെ എന്താണ്? 1/2, 1.5², 1.5².
അതിനകത്ത് 1.5 എന്ന് പറയുന്ന വിഷമ ഭിന്നമാണ്. അതിന് സാധാരണ ഭിന്നാക്കുമ്പോൾ 3/2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3യുടെ സ്ക്വയർ 9, 2ന്റെ സ്ക്വയർ 4, 9/4. ക്ലിയർ? യെസ്. വേണമെങ്കിൽ 9/4 ചെയ്യാം. 9/4 144 സോറി 248 റിമൈൻഡർ 1 10. 10ൽ 4 എത്ര വരും? 0.28. 20ൽ 4 2.25 ആൻസർ. ക്ലിയർ? യെസ്. സോ ഇങ്ങനെ നിങ്ങൾ ചെയ്തു പോവുകയാണ്. ഈ 2.25 എന്ന് പറഞ്ഞാൽ 2.4, പിന്നെ 4, 6.4 ഇങ്ങനെ നിൽക്കിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്ക്. ക്ലിയർ? യെസ്. ഇപ്പൊ 2 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ദാറ്റ് ഈസ് 4. ഓക്കെ. ഇനി ഇതാണ് ഒരു ഇഷ്യൂസ് ഉള്ളത്. 2.5 എന്ന് പറഞ്ഞാൽ 5/2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25/4. ക്ലിയർ? യെസ്. 25നെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് 6 4 24 6 പ്രാവശ്യം കംപ്ലീറ്റ്ലി പോവും. പിന്നെ എന്താണ് 1/4 കിട്ടും. ഇത് ഈ രൂപത്തിൽ ഏതെങ്കിലും സാർ കാണിച്ചത് നോക്കിക്കോളൂ. 25/4. അപ്പൊ 6 4 24 എഴുതിയ ശിഷ്ടം 1 ഇത്ര എഴുതിയാൽ മതി. എന്നിട്ട് ഈ 6 ഉത്തരവായിട്ട് എഴുതുക. ഓക്കെ. ദെൻ ഈ 1നെ വീണ്ടും 4 വെച്ച് ഹരിക്കണം. അത് അങ്ങനെ എഴുതുക. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അതുപോലെ സെക്കൻഡ് കേസിലും അങ്ങനെ ചെയ്തേക്കണം. അതായത് സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ 3/2 ആണല്ലോ ഒരു വശം. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് 3 സ്ക്വയർ 9/4. 9/4 നമ്മൾ ചെയ്യുമ്പോൾ 2 4 8 റിമൈൻഡർ 1. അടുപ്പ് നമ്മൾ 2 ആദ്യം എഴുതി. ഓക്കെ. ദെൻ എന്താണ് 1/4 ചെയ്യണമെന്ന് എഴുതി. 2.4. ക്ലിയർ? യെസ്. അപ്പൊ ഇതൊരു സീക്വൻസ് ആണ്. അതുപോലെ ഇതിന്റെ വികരണം വികരണം നോക്കിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സീക്വൻസ് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ സാർ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് √2 ആണെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേ ഇൻറ്റു √2 ചെയ്യണം. അതായത് 3/2 √2. ക്ലിയർ? ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേ ഇൻറ്റു √2 ചെയ്യണം. അതായത് 2√2. ഇവിടെ എന്ത് ചെയ്യണം? ഇതേ ഇൻറ്റു √2. അതായത് 5/2 √2. ക്ലിയർ? ദാറ്റ്സ് ഓൾ. √2 3/2 √2 2 √2 5/2 √2. അതെന്തുകൊണ്ടാണെന്ന് മുന്നത്തെ കുറച്ചു നേരം മുന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ്. ഈ വശം ഇൻറ്റു √2 ചെയ്താൽ മതി. ഓക്കെ. യെസ്. അപ്പൊ വശങ്ങൾ നമുക്ക് കിട്ടിയത് 1ഉം 1.5 2 2.5 ഇങ്ങനെയാണ്. 1 1.5 2 2.5 ആയിരുന്നു. അതിന് ചുറ്റളവ് കിട്ടിയത് 4 6 8 10 അല്ലെ 4 6 8 10 അങ്ങനെയായിരുന്നു. പരപ്പളവ് ഏരിയ കിട്ടിയത് 1 2 ആൻഡ് എന്താണ് 1/4 4 6 ആൻഡ് 1/4 1 2.4 4 6.4 ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ വികരണം കണ്ടുപിടിച്ചു. ഡയഗണൽ. ഓക്കെ. അത് √2 3/2 √2 2 √2 5/2 √2. അപ്പൊ അങ്ങനെ കുറെ സീക്വൻസ് നമുക്ക് ഇവിടെ കിട്ടി. ക്ലിയർ? ഇങ്ങനെ ഇതുപോലെ ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്, നാലാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സംഖ്യാശ്രേണി. എന്താണ് വിളിക്കുന്നത്? സംഖ്യാശ്രേണി. ഇംഗ്ലീഷിൽ നമ്പർ സീക്വൻസ് എന്ന് പറയും. ഓക്കെ. മനസ്സിലായോ? അപ്പൊ എന്തെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിനകത്ത് ഓരോ ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. ക്ലിയർ? യെസ്. ഇതിനകത്ത് സമചതുരങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് വേറെ കുറച്ച് ശ്രേണികളും ഉണ്ടാക്കി നോക്കാം. വശങ്ങളുടെ എല്ലാം നീളം 1 മീറ്റർ ആയ ഒരു സമചതുരം സങ്കല്പിക്കുക. എന്നിട്ട് അതിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ നമുക്ക് മറ്റൊരു സമചതുരം കിട്ടും. ഫോർ എക്സാമ്പിൾ നോക്കൂ. ഇവിടെ ഒരു സമചതുരം സാർ വരച്ചു. ഓക്കെ. ഇതിന്റെ സെന്ററുകൾ ഞാൻ സാർ ഇങ്ങനെ കണക്ട് ചെയ്തു. ഇതിന്റെ സെന്ററുകൾ ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പൊ എനിക്ക് വേറൊരു സമീപനം കിട്ടി. സപ്പോസ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഇത് 2 സെന്റിമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക എല്ലാ ആവശ്യവും. ഓക്കെ. 2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡയഗണൽ കണ്ടാ ഇത് എത്രയാണ്? 2 സെന്റിമീറ്റർ. കാരണം ഈ വശം തന്നെയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ സമചതുരം കണ്ടോ? ഈ നടുവിലുള്ള സമചതുരം സാർ ഇപ്പോ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ കണ്ടോ? ക്ലിയർ? യെസ്. അവിടെ ഒരു സമചതുരം വന്നിട്ടുണ്ട്. അതിന്റെ ഏരിയ എന്തായിരിക്കും? 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പരപ്പളവ്. ഇപ്പൊ ഡയഗണൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിന്റെ പരപ്പളവ് എന്തായിരിക്കും എന്നുള്ളത് 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ഇങ്ങനൊരു സമചതുരം സാറ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഇനി ഇപ്പൊ ഉണ്ടാക്കിയതിന്റെ സെന്റർ എടുക്കും. ഓക്കെ. ഇവിടെ സെന്റർ, ഇത് സെന്റർ, ഇത് സെന്റർ, ഇത് സെന്റർ. എന്നിട്ട് ആ സെന്ററുകൾ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്തു. ഓക്കെ. അപ്പൊ ഇവിടെ ഇതിന്റെ അകത്ത് നമുക്കൊരു ചെറിയ സമചതുരം കിട്ടും. ക്ലിയർ? യെസ്. അപ്പൊ ഒരു സമചതുരം സാർ ഇവിടെ എടുത്തിട്ടുണ്ട്. കണ്ടോ?
ആ സമചതുരത്തിന്റെ എന്താണ് ഈ പറയുന്ന എന്താണ് ഒരു സൈഡിന്റെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിച്ചപ്പോൾ നമുക്ക് നടുവിൽ എന്താണ് മറ്റൊരു സമചതുരം കിട്ടി, നമുക്ക് റെട്ടേനവധി. ഓക്കെ, അപ്പോ ഇവിടെയും 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 തമ്മിൽ യോജിച്ചപ്പോൾ ഒരു സമചതുരം കിട്ടി. ക്ലിയർ? യെസ്. ഈ ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്, അതായത് ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതിന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ ചതുർഭുജ പരപ്പളവ് എന്ന് പറയുന്ന പാഠത്തില് സമഭുജ സമാന്തര എന്ന ഭാഗത്തില് നിങ്ങൾ ഒരു സംഭവം പഠിച്ചിട്ടുണ്ട്. എന്താണ് സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ വികരണത്തിന്റെ വർഗത്തിന്റെ പകുതിയാണ്. അതായത് വികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമചതുരത്തിന്റെ 2 പോയിന്റുകൾ കണക്ട് ചെയ്യുന്നത് ഈ നീല സമചതുരത്തിന്റെ ഉള്ളിലുള്ള സമചതുരത്തിന്റെ ഒരു സമചതുരം നിങ്ങൾക്ക് തന്നു, അതിന്റെ വികരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അതിപ്പോ 2 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ കാണണം, 2 സ്ക്വയർ. അപ്പൊ എത്ര കിട്ടി? 4 കിട്ടി. എന്നിട്ട് അതിന്റെ പകുതി എടുക്കണം. അപ്പൊ എത്രയാണ്? 2. ക്ലിയർ? അത് ഒരു 5 സെന്റിമീറ്റർ ഉണ്ടായിരിക്കും. അപ്പൊ 5ന്റെ സ്ക്വയർ എടുക്കണം. അപ്പൊ എത്രയാണ്? 25. എന്നിട്ട് അതിന്റെ പകുതി എടുക്കണം. മനസ്സിലായോ? അപ്പൊ എത്ര കിട്ടും? 12.5. ഇതാണ് ഇതിന്റെ തിയറി. ഓക്കെ, അപ്പോ ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് ഇവിടെ 1 സെന്റിമീറ്റർ ആണല്ലോ, 1 മീറ്റർ ആണ്. അപ്പൊ ഇത്രയും ദൂരം എന്ന് പറയുന്നത് 1 മീറ്റർ ആണെങ്കിൽ 1 മീറ്ററിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. ഓക്കെ, അതിന്റെ പകുതി എടുക്കുക എന്ന് പറയുമ്പോൾ പാര. അപ്പൊ പരപ്പളവ് എന്ന് പറഞ്ഞാൽ അര ചതുരശ്ര മീറ്റർ ആണെന്ന് മനസ്സിലായി. ക്ലിയർ? യെസ്. അപ്പോ ഫസ്റ്റത്തെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞ അര ചതുരശ്ര മീറ്റർ ആണെന്ന് പറഞ്ഞു. വീണ്ടും അതിനെ നമ്മൾ എന്താണ് ചെറുതാക്കി. കണ്ടോ? അപ്പൊ എത്ര വരും? അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു സമചതുരം വരച്ചു. ഓക്കെ, അതിന് 1 മീറ്റർ, അതിന്റെ സെന്ററുകൾ തമ്മിൽ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, വരച്ചു. എന്നിട്ട് വീണ്ടും അതിന്റെ സെന്ററുകൾ ഓക്കെ കണക്ട് ചെയ്തു, വരച്ചു. ആ പടമാണ് ഈ വരച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? മനസ്സിലായ? മൂന്നാമത്തെ കേസാണ് ഈ വരച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യ ഒരു സമചതുരം ഉണ്ടായിരുന്നു, അതിന്റെ സെന്റർ പോയിന്റുകൾ കണക്ട് ചെയ്തപ്പോൾ വേറൊരു സമചതുരം കിട്ടി, അതിന്റെ സെന്ററുകൾ കണക്ട് ചെയ്തപ്പോൾ കിട്ടിയ സമചതുരമാണ് ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അതിന്റെ ഏരിയ എന്താണെന്ന് കണ്ടെത്തണം. അതുപോലെ വീണ്ടും ഇതിന്റെ എന്താണ് സെന്റർ പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. അപ്പൊ മറ്റൊരു സമചതുരം കിട്ടി. വീണ്ടും നമ്മൾ അതിന്റെ സെന്റർ പോയിന്റുകൾ കണക്ട് ചെയ്തു. കണ്ടോ? അപ്പൊ മറ്റൊരു സമചതുരം കിട്ടിയുള്ളൂ. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ആദ്യത്തെ നമുക്ക് കിട്ടിയത് എത്രയാണ്? ഹാഫ് ആണെങ്കിൽ പിന്നത്തേത് അതിന്റെ പകുതിയായിരിക്കും. അപ്പൊ എത്രയായിരിക്കും? കാലായിരിക്കും. മനസ്സിലായോ? ഇത് അങ്ങനെ പോകും. ഓക്കെ, സോ യു വിൽ ഗെറ്റ്, നിങ്ങൾക്ക് തുടർന്ന് ഓരോ തവണയും പരപ്പളവ് പകുതിയാവും. ഇങ്ങനെ കിട്ടുന്ന സംഖ്യാശ്രേണി എന്താ? 1, 1ന്റെ പകുതി അര, അരയുടെ പകുതി 1/4, അതിന്റെ പകുതി 1/8, അങ്ങനെ. അപ്പൊ സാർ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യത്തെ സമചതുരം ഫസ്റ്റത്തെ ആൾക്ക് 1 ആയിരുന്നു ഒരു വശം 1. അപ്പൊ 1 × 1 എന്താണ്? 1 സ്ക്വയർ, ദാറ്റ് ഈസ് 1. രണ്ടാമത്തത് ഇതാണ് രണ്ടാമത്തത്. ഓക്കെ, ആ കേസിൽ വന്നു കഴിഞ്ഞപ്പോ എന്താണ്? അര. ഓക്കെ, നമ്മൾ എന്താണ്? ഡയഗണലിന്റെ സ്ക്വയർ ഉണ്ട്, അതിന്റെ പകുതി എടുത്തു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ താഴെയുള്ള സംഖ്യയില് അതിനോട് 2 ഗുണിച്ച് എഴുതാം. 1/4. അടുത്തത് 1/4 × 2 8. അടുത്തത് നിങ്ങൾക്ക് എഴുതാലോ 1/16. അങ്ങനെ. ക്ലിയർ? യെസ്. അപ്പൊ ഇതും ഒരു സീക്വൻസ് ആണ് സാർ, ഒരു പ്രത്യേക നിയമം അനുസരിച്ചിട്ടാണ്, ഒരു ശ്രേണിയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ? ഇനി ഭൗതികശാസ്ത്രത്തിൽ ഫിസിക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കുറെ ശ്രേണികൾ ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് കഴിയും. ഇപ്പൊ ഉയരത്തിൽ നിന്ന് താഴോട്ടിടുന്ന ഒരു വസ്തുവിന്റെ വേഗം, വെലോസിറ്റി, അത് നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടി സെക്കൻഡ് ആകുമ്പോൾ അതിന്റെ വേഗം v m/s എന്ന് എടുത്താൽ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ വേഗത കാണാൻ ഉപയോഗിക്കുന്നത്. v = 9.8 × ടൈം. 9.8 നിങ്ങൾ കണ്ട ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കേസ്. ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 9ാം ക്ലാസ്സിലൊക്കെ, അല്ലെ? അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ്? ഇതിനെ വിളിക്കുന്ന പേരാണ് സമയവേഗ സമവാക്യം. ഇത് ഉപയോഗിച്ചിട്ട് ടി സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം s മീറ്റർ എന്ന് എടുത്തു കഴിഞ്ഞാൽ s കാണാൻ ഇക്വേഷൻ ഉണ്ട് മക്കളെ, അത് 4.9 × t² എന്നാണ്. അതാണ് 4.9 × t². അപ്പോ നമുക്കിവിടെ സമയം 1 സെക്കൻഡില്, 2 സെക്കൻഡില്, 3 സെക്കൻഡില്, 4 സെക്കൻഡില് സമയത്തിന്റെ ഒരു ശ്രേണി സാർ എഴുതി. അങ്ങനെയാണെങ്കിൽ വേഗം എങ്ങനെ കണ്ടുപിടിക്കും? വേഗം കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. അപ്പൊ ഈ ടിയുടെ സ്ഥലത്ത് നിങ്ങൾ 1 എടുത്തു കഴിഞ്ഞാൽ 9.8 × 1, അതായത് 9.8. ഈ ടിയുടെ സ്ഥലത്ത് നിങ്ങൾ 2 എടുത്തു കഴിഞ്ഞാൽ 9.8 × 2 ചെയ്ത് നോക്കുക, 19.6.
അടുത്ത ടിയുടെ സ്ഥലത്ത് നിങ്ങൾ 3 കൊടുത്ത് 9.8 ഇൻറ്റു 3 29.4. അടുത്തത് 3 കൊടുത്തു കഴിഞ്ഞാൽ 9.8 ഇൻറ്റു 4 എത്രയാണ് 39.2. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സീക്വൻസ് ഇവിടെ കിട്ടുന്നതായിട്ട് കാണാം. അതിനകത്ത് ഒരെണ്ണം സാറ് രണ്ടാമത്തെ സാറ് കാണിച്ചു തരാം. എന്താണ് 9.8 ടൈമിന്റെ സ്ഥലത്ത് എന്ത് കൊടുക്കണം 2 കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഗുണിച്ച് നോക്കാം. 9.8 ഇൻറ്റു 2 2 16 6 ശിഷ്ടം 1 9 2 11 19. ക്ലിയർ? യെസ്. ഇനി വേണമെങ്കിൽ 3യും ചെയ്ത് കാണിച്ചു തരാം. 9.8 ഇൻറ്റു 3 3 24 4 ശിഷ്ടം 2 9 2 27 28 29. ഓക്കെ, അപ്പൊ അങ്ങനെ അടുത്തത് ഇങ്ങനെ അടുത്ത പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദൂരം. ദൂരം കാണാനായിട്ട് നമുക്ക് വേറൊരു ഇക്വേഷൻ ആണ് എസ് എസ് 4.9 ഇൻറ്റു ടി സ്ക്വയർ. അതായത് 4.9 ഇൻറ്റു ഒരു സെക്കൻഡ് ആണെങ്കിൽ 1 സ്ക്വയർ. അതായത് 4.9 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 4.9 തന്നെ. ക്ലിയർ? യെസ്. ഇനി 2 സെക്കൻഡ് ആണെങ്കിലോ 4.9 ഇൻറ്റു 2 സ്ക്വയർ. ദാറ്റ് ഈസ് 4.9 ഇൻറ്റു 4. നമുക്ക് ചെയ്യാം. 4.9 ഇൻറ്റു 4 ഇസിക്കൽ 9 36 6 ശിഷ്ടം 3 14 16 3 19. അതായത് 19.6. ക്ലിയർ? യെസ്. ഇനി 3 സെന്റിമീറ്റർ ആണെങ്കിലോ സാർ 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ടിയുടെ സ്ഥലത്ത് 3 കൊടുക്കാം. 4.9 ഇൻറ്റു 3 സ്ക്വയർ. ദാറ്റ് ഈസ് 4.9 ഇൻറ്റു 9 ഈക്വൽ ടു 4.9 ഇൻറ്റു 9 9 9 1 ശിഷ്ടം 8 9 4 36 അല്ലെ 36 4 40 44. ഓക്കെ, സോ ദ ആൻസർ ഈസ് 44.1. അടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെയും നമുക്ക് ഇങ്ങനെ ഇതുപോലൊരു സീക്വൻസ്, ഇവിടെ ഒരു സീക്വൻസ്, ഇവിടെ ഒരു സീക്വൻസ്, ശ്രേണികൾ നമുക്ക് എന്താണ് കിട്ടി അല്ലെ? മനസ്സിലായ? ഓക്കെ, അപ്പൊ അങ്ങനെ വിവിധ തരത്തിലുള്ള ശ്രേണികൾ നമുക്ക് എന്താണ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത. അപ്പൊ ഈ നിയമം അനുസരിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ശ്രേണി ദൂരം കിട്ടിയത് ഈ ഒരു നിയമം അനുസരിച്ചിട്ടാണ് അല്ലെ? ഈ വേഗത കിട്ടിയത് ഈ ഒരു നിയമം അനുസരിച്ചിട്ടാണ്. ഇത് ഈ ഇക്വേഷൻ അനുസരിച്ചിട്ടാണ് ഇത് കിട്ടിയത്. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഞാനിപ്പോ 10 സെക്കൻഡ് വെച്ച് നിങ്ങൾ 10 കൊടുത്താൽ മതി ഇവിടെ. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇരുമ്പിന്റെ സാന്ദ്രത ഡെൻസിറ്റി 7.8 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ ആണ്. അതായത് ഒരു ഘന സെന്റിമീറ്റർ വ്യാപ്തമുള്ള ഇരുമ്പ് സംബന്ധിച്ച കട്ടയ്ക്ക് 7.8 ഗ്രാം ഭാരം ഉണ്ടാകും. ഒന്നുമില്ല, ഒരു നിങ്ങൾ ഡൈ കളിച്ചിട്ടില്ലേ? പാമ്പും കൂണിയും ഡൈ കണ്ടിട്ടില്ലേ? പാമ്പും കൂണി. അതിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, ഡൈ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒന്നൊന്നും ആക്കിയിട്ടുണ്ടാവും, ഇവിടെ രണ്ടെണ്ണം. ഓക്കെ, അപ്പൊ 1 സെന്റിമീറ്റർ ആണ് അതിന്റെ നീളം, 1 സെന്റിമീറ്റർ വീതി, 1 സെന്റിമീറ്റർ എന്താണ് ഹൈറ്റ്. ഇതാണ് ഒരു എന്താണ് നമ്മളൊരു ഇരുമ്പിന്റെ കട്ട എടുക്കുകയാണെങ്കിൽ അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 7.8 ഗ്രാം ആണെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സെന്റിമീറ്ററുകൾ 1 സെന്റിമീറ്റർ, പിന്നെ 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ എന്നിങ്ങനെ. അതിന്റെ വ്യാപ്തം പറയുമ്പോൾ നമ്മൾ 1 സെന്റിമീറ്റർ വ്യാപ്തം എന്ന് പറഞ്ഞാൽ ക്യൂബ് ചെയ്യണം. 1 ക്യൂബ് 1. ഓക്കെ, 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 അതായത് 8. കണ്ടോ? 8. ഇനി അത് 3 വശമാണെങ്കിൽ 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 9 9 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 27 27. ഓക്കെ, അപ്പൊ 27 എന്നിങ്ങനെ. ഓക്കെ, ഇതിന്റെ ഭാരങ്ങൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഭാരങ്ങൾ എന്ന് പറഞ്ഞാല് ആദ്യത്തേത് 7.8 ഗ്രാം ആണ്, 7.8 ഗ്രാം ആണ്. രണ്ടാമത്തേത് പറയുന്നത് 62.4 ഗ്രാം ആണ്. അതെങ്ങനെ കിട്ടി? അതായത് 7.8 ഗ്രാം വരുന്നത് 1 സെന്റിമീറ്ററിനാണ്. ഓക്കെ, 2 സെന്റിമീറ്റർ വരുമ്പോൾ 2 ക്യൂബ് 8 എണ്ണം വരും. മനസ്സിലായോ? 2 ക്യൂബ് വോളിയം കൂടി 8 ആയി. അപ്പൊ 8 ഇൻറ്റു 7.8 ചെയ്യണം. അതായത് 7.8 ഇൻറ്റു 8. എന്നിട്ട് എന്താണ് 64 4 ശിഷ്ടം 6 7 56 6 എന്താണ് 62. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ മക്കളെ. 1 സെന്റിമീറ്റർ വീതിയുള്ളത്, 2 സെന്റിമീറ്റർ വീതിയുള്ളത്, 3 സെന്റിമീറ്റർ വീതിയുള്ളത്, 4 സെന്റിമീറ്റർ വീതിയുള്ള കുറച്ച് ഇരുമ്പ് കട്ടകൾ. ഓക്കെ, അപ്പൊ 1 സെന്റിമീറ്റർ വീതിയുള്ളതിന്റെ ഭാരം എന്ന് പറഞ്ഞാല് 7.8. 2 സെന്റിമീറ്റർ ഇതിന്റെ ഭാരം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഇതിന്റെ വോളിയം കണ്ടുപിടിക്കണം. 2 ക്യൂബ് അത് 8. അപ്പൊ 8 ഇൻറ്റു 7.8 ഇത് 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 അല്ലെ? 27. അപ്പൊ 27 ഇൻറ്റു 7.8 ഇത് എന്താണ് 4 ക്യൂബ്. ഇത് അങ്ങനെ പോകും. മനസ്സിലായോ? അങ്ങനെ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 7.8 ഗ്രാം ഉണ്ടാവും. ഇവിടെ നമ്മൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് എന്താണ് 62.4 ഗ്രാം. ഓക്കെ, അതുപോലെ ഇവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 210.6 ഗ്രാം കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇതൊരു സീക്വൻസ് അല്ലേ മക്കളെ? എന്താണ് 7.8 62.4 210.6. ക്ലിയർ? യെസ്.
ഇപ്പൊ വശം 1, 2, 3, വ്യാപ്തം 1, 8, 27, ഭാരം 7.8, 62.4, 210.6. ഇപ്പൊ വശങ്ങളുടെ ഒരു ശ്രേണി, വ്യാപ്തങ്ങളുടെ ഒരു ശ്രേണി, അതുപോലെ തന്നെ ഭാരങ്ങളുടെ ഒരു ശ്രേണി. ക്ലിയർ? യെസ്. സോ ഇനി അളവുകളല്ല, ഇപ്പൊ കുറെ അളവുകളാണ് എടുത്തത്. കേവല സംഖ്യകളുടെ സവിശേഷതകൾ ഉപയോഗിച്ച് നമുക്ക് ശ്രേണികൾ ഉണ്ടാക്കാം. ഉദാഹരണമായി അഭാജ്യ സംഖ്യകള് വലിപ്പം അനുസരിച്ച് ക്രമമായി എഴുതിയിരിക്കുക. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ 5 എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യയാണ്, കാരണം 5x1 ചെയ്താൽ മാത്രം 5 കിട്ടുള്ളൂ. 6 അഭാജ്യ സംഖ്യയല്ല, അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പ്രൈം നമ്പേഴ്സ്. ഓക്കെ, 6 എന്ന് പറഞ്ഞാൽ നമുക്ക് 2x3 ചെയ്താലും 6 കിട്ടും, 6x1 ചെയ്താലും 6 കിട്ടും. അപ്പോ രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ ഒരു സംഖ്യ കിട്ടുമെങ്കിൽ ആ സംഖ്യ അഭാജ്യ സംഖ്യ അല്ല. ഓക്കെ, ഇതേപോലെ 5ഉം 1ഉം മാത്രം ഗുണിച്ചാലാണ് 5 കിട്ടുള്ളെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണ്. ഇപ്പൊ 2 അഭാജ്യ സംഖ്യയാണ്. 2 എന്ന് പറഞ്ഞ അഭാജ്യ സംഖ്യ, കാരണം 2x1 ചെയ്താലേ 2 കിട്ടുള്ളൂ. 3 അഭാജ്യ സംഖ്യയാണ്, 3x1 ചെയ്താലേ 3 കിട്ടുള്ളൂ. 4 അഭാജ്യ സംഖ്യ അല്ല, കാരണം 4നെ നമുക്ക് 4x1 മാത്രമല്ല 2x2 ചെയ്താലും 4 കിട്ടും. ഓക്കെ, അപ്പൊ 1 എന്ന് പറഞ്ഞ സംഖ്യ അഭാജ്യ സംഖ്യയാണ് സാർ? അല്ല, കാരണം അഭാജ്യ സംഖ്യയുടെ ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട് 1നേക്കാളും വലുതായിരിക്കും. ഓക്കെ, അപ്പൊ 1 അഭാജ്യ സംഖ്യകളല്ല. പിന്നെ അഭാജ്യ സംഖ്യകൾ 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്, 9 വരുന്നുണ്ടോ? ഇല്ല. 9 നമുക്ക് 3x3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോ നമ്മൾ ഒറ്റ സംഖ്യകളെല്ലാം വരുന്നില്ല, ഒറ്റ സംഖ്യകളല്ല അഭാജ്യ സംഖ്യകൾ. 2 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്. ഒരേ ഒരു ഇരട്ട സംഖ്യ അഭാജ്യ സംഖ്യ ആയിട്ടുള്ളത് 2 ആണ്. അപ്പൊ നമുക്ക് എഴുതുമ്പോ 2, 3, 5, 7, 9 അല്ല വരാം, 11 ആണ് വരും. ഓക്കെ, ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഈ ഓർഡർ, ഓക്കെ, ഇതൊരു ക്രമമല്ലേ? അതെ, ഇത് എന്തിന്റെ ക്രമമാണ്? അഭാജ്യ സംഖ്യകള് വലിപ്പം അനുസരിച്ചിട്ട് കൂടി വരുന്ന ക്രമമാണ്. യെസ്, കണ്ടോ? ഇനി 21/37 എന്ന ഭിന്നസംഖ്യയുടെ ദശാംശ രൂപത്തിൽ അക്കങ്ങൾ ഇതുപോലെ നമുക്ക് എഴുതി കഴിഞ്ഞാലോ? അതായത് 21/37 നിങ്ങൾ ചെയ്ത് നോക്കുമ്പോ നിങ്ങൾക്ക് കിട്ടുന്നത് 567, 567, 567. ഇങ്ങനെയായിരിക്കും അതിന്റെ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യകള് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 21/37 കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്കിവിടെ കാൽക്കുലേറ്റർ ഉണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. 21 ഡിവൈഡഡ് ബൈ 37. ഓക്കെ, യു വിൽ ഗെറ്റ് 5.567, 0.567, 0.567. കണ്ടോ? അപ്പൊ ഇങ്ങനെ വരുന്ന ഈ സംഖ്യകൾ എന്ന് പറയുന്നത് 567, 567 എന്ന് പറയുന്നത് ഒരു സമാന്തര ഒരു ശ്രേണിയിലാണ്, ഒരു സീക്വൻസിലാണ് ഉള്ളത്. ക്ലിയർ? യെസ്. ഇനി പൈയുടെ വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 3.14 അല്ലെ? ശരിക്കും പൈയുടെ വാല്യൂ ഇങ്ങനെ നിൽക്കില്ല. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 3141592 ഇതൊരു സീക്വൻസ് ആണെന്ന് മനസ്സിലാവും. ക്ലിയർ? അപ്പൊ ഒരു ശ്രേണിയെ തന്നെ നമുക്ക് പല രീതിയിലും വിവരിക്കാം. ഉദാഹരണമായി 1ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എന്ന് പറഞ്ഞാൽ 1, പിന്നെ വരുന്നത് 11, പിന്നെ 21, പിന്നെ 31, പിന്നെ 41. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, 1ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞു. ഓക്കെ, എണ്ണുന്ന സംഖ്യ ആയിരിക്കണം, പക്ഷെ 1ലായിരിക്കണം അവസാനിക്കണം. ക്ലിയർ? ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ഇതിനെ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. 10 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടും, റിമൈൻഡർ 1 കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണിയും ഇത് തന്നെയാണ് ഉത്തരം. അപ്പൊ ഒരു ശ്രേണിയെ നമുക്ക് പല രീതിയിൽ അതിന്റെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് 11നെ നിങ്ങൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു 10 ശിഷ്ടം എന്ത് കിട്ടും? 1 കിട്ടും. കണ്ടോ? 21 ഡിവൈഡ് ബൈ 10, 2 10, 20, റിമൈൻഡർ 1 കിട്ടും. അപ്പൊ അങ്ങനെയും പറയാം. കണ്ടോ? 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് ശിഷ്ടം എന്ത് കിട്ടണം? 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ 1 കിട്ടണം. അങ്ങനെ വരുന്ന ശ്രേണീനെയും നമുക്ക് 1, 11, 21, 31 മാറ്റി പറയാം. അപ്പൊ ചോദ്യങ്ങൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ വശങ്ങളുടെ എഴുതി, ചുറ്റളവിന്റെ എഴുതി, പരപ്പളവിന്റെ എഴുതി അല്ലെ? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തെ, രണ്ടാമത്തത്, മൂന്നാമത്തത് ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സംഖ്യാശ്രേണി അഥവാ നമ്പർ സീക്വൻസ് എന്ന് വിളിച്ചത്. ഇതിനകത്ത് സർ ആദ്യത്തെ 2 മാത്രം എടുത്ത്, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ അര വെച്ചാണ് കൂടി പോണത്. കണ്ടോ? അര പ്ലസ് അര പ്ലസ് അര. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം 2 വെച്ച് കൂടി പോകും. കണ്ടോ? അടുത്ത സംഖ്യ ഏതാ പറഞ്ഞ 12, അടുത്ത സംഖ്യ 14.
അങ്ങനെ ഒരു ഫിക്സഡ് നമ്പർ വീതം കൂടി പോകുന്ന ശ്രേണി ഉണ്ടെങ്കിൽ അതാണ് മക്കളെ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ഇത്തരത്തിലുള്ള സീക്വൻസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ 2 എഴുതി 3 വെച്ച് കൂടി പോകണമെന്ന് പറഞ്ഞാൽ 5, 5 3 8, 8 3 11. ഞാൻ 3 എഴുതി 2 വെച്ച് കൂടി പോകണമെന്ന് പറഞ്ഞാൽ 3 2 5, 5 2 7, 7 2 9. ഇപ്പൊ ഇവിടെ 2 വെച്ച് കൂടി പോകണം, ഇവിടെ 2 വെച്ച് കൂടി പോകണം. അങ്ങനെ ഒരു ഫിക്സഡ് നമ്പർ, ഒരു സ്ഥിരമായ സംഖ്യ തന്നെ കൂടി 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 പോകുന്ന ഒരു ശ്രേണിയാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുള്ളതെങ്കിൽ അത്തരം ശ്രേണികളെയാണ് നമ്മൾ AP അരിത്തമാറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണികൾ. സമാന്തര എന്താണ് സമാന്തര ശ്രേണികൾ. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ അതാണ് മക്കളെ. യെസ്, ഓക്കെ. അപ്പൊ ഒരു ഫിക്സ്ഡ് നമ്പർ, ഇവിടുത്തെ ആ ഫിക്സ്ഡ് നമ്പർ എന്താണ്? ഹാഫ് ആണ്. ഇവിടുത്തെ ഫിക്സ്ഡ് നമ്പർ എന്താണ്? 2 ആണ്. ഓക്കെ. ആ ഫിക്സ്ഡ് നമ്പർ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, എന്താണ് പൊതു വ്യത്യാസം? ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലായിരിക്കും പഠിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്തത് എന്താണ് ശ്രേണി എന്നാണ്. ഓക്കെ, എന്താണ് സമാന്തര ശ്രേണി എന്നൊരു ഒരു ഇൻട്രൊഡക്ഷനും കൂടി സാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്? ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ തന്നെ, കണ്ടോ, ഒരു സംഖ്യയിൽ നമ്മൾ തുടങ്ങുന്നു, നമ്മൾ എന്താണ് കൂട്ടുന്നത്? എന്താണ്? ഒരേ സംഖ്യ തന്നെ കൂട്ടി 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 പോകുന്നു, വീണ്ടും വീണ്ടും വീട്ടി കൂട്ടി 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 പോകുന്നു. അത്തരം ശ്രേണിയാണ് സമാന്തര ശ്രേണി. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്, അരിത്തമാറ്റിക് സീക്വൻസ്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു സംഖ്യയിൽ തുടങ്ങി, ഫോർ എക്സാമ്പിൾ 4ൽ തുടങ്ങി, ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കൂട്ടുന്നു. അതായത് 4നോട് 2 കൂട്ടുന്നു, അപ്പൊ 6 കിട്ടുന്നു, 6നോട് 2 കൂട്ടുന്നു, 8 കിട്ടുന്നു, 8നോട് 2 കൂട്ടുന്നു, 10 കിട്ടുന്നു, 10നോട് 2 കൂട്ടുന്നു, 12 കിട്ടുന്നു. കണ്ടോ, അങ്ങനെ ഒരേ സംഖ്യ തന്നെ വീണ്ടും 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 കൂട്ടി കിട്ടുന്ന ശ്രേണിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് സമാന്തര ശ്രേണി. ക്ലിയർ ആണോ? യെസ്. അപ്പോ സമാന്തര ശ്രേണികളുടെ പാർട്ട് 2 നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലെ 1.1 അങ്ങനെയാണ് സാറ് പറയാം. അതായത് ആദ്യം കിടക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സസൈസുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ പറയും സാർ ഇതൊന്നും പഠിക്കേണ്ട, ഇതിന് ശേഷമുള്ളത് കുറെ 2 ടെക്സ്റ്റ് സമാന്തര ശ്രേണി മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, പക്ഷെ ഇതിന്റെ ഉള്ളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയില്ല. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത് അതെല്ലാം നമ്മൾ അരിച്ച് പെറുക്കി പഠിക്കണം. അതിനുശേഷം മാത്രമാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇങ്ങനെ ഒരു എന്താണ് ജാമിതി രൂപങ്ങളൊക്കെ തന്നിട്ട് അപ്പൊ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ നെക്സ്റ്റ് പാർട്ട് നിങ്ങൾ കാണുക. ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന ലിങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് ഇതാണ്, സണ്ണി ED ഹെബ്. അപ്പൊ അവിടെ വന്നിട്ട് നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ മാത്സിന്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ ഒരു കമന്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ.